ഈ 3 ലൈൻ അല്ലെങ്കിൽ 4 ലൈൻ ഒക്കെ നമ്മൾ വാഹനം ഓടിക്കും. എന്നാൽ ഈ സിംഗിൾ ട്രാഫിക് ഉണ്ടല്ലോ, 1 വേ ട്രാഫിക്, വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു സുഖം, ഡ്രൈവിങ്ങിൻ്റെ ഒരു സുഖം മനസ്സിലാക്കാൻ പറ്റുന്നത്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഈ ഡ്രൈവിങ്ങിൻ്റെ സുഖം മനസ്സിലാക്കണമെങ്കിൽ 1 വേ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കണം. കാര്യം 1 വേ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അലർട്ടായിട്ട് വണ്ടി ഓടിക്കണം. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പം ഞാൻ ദമാമിലോട്ട് പോവുകയാണ്. അപ്പം തായിഫ് അടുക്കാറായി. അപ്പോൾ തായിഫിന് മുമ്പിൽ കുറേ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രാഫിക് സിംഗിൾ ട്രാഫിക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വണ്ടി വരും. വളരെ നമ്മൾ ശ്രദ്ധിച്ചോടിക്കണം. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഉള്ള റോഡിൽ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു സുഖം നമുക്ക് ഇങ്ങനത്തുള്ള റോഡിൽ ഓടിക്കുമ്പോൾ കിട്ടും. ഡേഞ്ചറസ് ആണ്, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും നമ്മുടെ കൈ സ്റ്റീരിങ്ങിലായിരിക്കും, 2 കൈ സ്റ്റീരിങ് ആവശ്യമുണ്ട്, തിരിക്കണം. അതുമാത്രമല്ല, സൈഡിലൊന്നും വണ്ടി ഒരേരുത്. പിന്നെ അഥവാ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് സ്ഥലം കൊടുക്കണം. ഓവർടേക്ക് ചെയ്യാൻ ഇവിടെ പാടില്ല, പക്ഷെ ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്ഥലം കൊടുക്കണം. നമ്മളഥവാ ഓവർടേക്ക് ചെയ്യുമ്പോൾ ടൈമിങ് വളരെ ശ്രദ്ധിക്കണം. ഈ വലിയ 3 ലൈൻ 4 ലൈനൊക്കെ ഓടിക്കുമ്പോൾ കുഴപ്പമില്ല, ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കെയർ അത്യാവശ്യം. എന്നാൽ ഇവിടെയൊക്കെ സമയത്ത് നമ്മൾ ടൈമിങ് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതൊക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇടി ഉറപ്പാണ്. ഇങ്ങനത്തെ റോഡുകളിൽ ഓടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഒരു കോൺഫിഡൻറ്റ് തോന്നും. കാര്യം മറ്റുള്ള വണ്ടികൾക്ക് ഇഞ്ചിഞ്ചായി സൈഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ സമയത്ത് ഗിയർ ഡൗൺ ചെയ്യണം, അപ്പ് ചെയ്യണം, സ്റ്റീരിങ്ങിൻ്റെ അകത്ത് ശ്രദ്ധ വേണം. പിന്നെ 2 മിററും എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഡ്രൈവിങ്ങിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. കാര്യം ഈ നല്ല ഹൈവേയിലൊക്കെ നമുക്ക് ഓടിക്കാൻ ഈസിയാണ്. എല്ലായിടത്തും ഡ്രൈവിങ് പിന്നെ അപകടമുണ്ട്, എന്നാൽ ഇങ്ങനത്തുള്ള റോഡുകളിൽ കൂടുതൽ അപകടമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കും. നല്ലൊരു ഡ്രൈവിങ് നമുക്ക് കാഴ്ചവെക്കാനൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടികൾ ഒക്കെ അപ്പുറത്തൂടെയും പോകുന്നുണ്ട്, ലൈനായിട്ട് പോകുന്നുണ്ട്, നമ്മളും ഈ സൈഡിൽ കൂടെ ലൈനായി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണുകൾ രണ്ടും വർക്കാണ്. എപ്പോഴും ലെഫ്റ്റും റൈറ്റും നോക്കുന്നു, ഇടയ്ക്ക് ഗിയർ മാറ്റുന്നു, സ്റ്റീരിങ് തിരിക്കുന്നു, വണ്ടിക്ക് സ്പീഡ് കൂട്ടുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ ഒത്തിരി കെയർ പൊതുവെ കൊടുക്കാറുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. കാര്യം സൈഡിലൊന്നും ബാക്കിലെ ടയറൊന്നും പോയി ഇടിക്കാനോ അല്ലെങ്കിൽ കല്ലിലൊന്നും കയറാനൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശരിയായിട്ട് വണ്ടി മാക്സിമം വീശിയും അതുപോലെ മാക്സിമം റോഡിൻ്റെ അരുവിൽ നിന്ന് മാറ്റി പിടിക്കുകയും ഒക്കെ ചെയ്ത് ഓടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള റോഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഈ റോഡിൽ കൂടുതലും റിസ്ക് പിന്നെ കൂട്ടുകാർ രാത്രിയിലാണ്. അതിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഡിവൈഡറും സൈഡും ഒക്കെ വൃത്തിയാണ് കാണാൻ പറ്റും. അതുപോലെ മച്ചാന്മാരെ, നിങ്ങൾ ഈ റോഡിൽ കൂടെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ സുഖം നമുക്ക് അനുഭവിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഡ്രൈവിങ്ങിൻ്റെ ഒരു സുഖം മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള റോഡിൽ ഓടിക്കുമ്പോൾ. ഇവിടെ ഓവർടേക്ക് സ്ട്രിക്റ്റ്ലി മനയാണ്, എങ്കിലും ചില മച്ചന്മാർ ഇവിടെ ഓവർടേക്ക് ചെയ്ത് കയറും. അത് എപ്പോഴാണ് വളവിൽ കൂടെ തിരിഞ്ഞ് വണ്ടി വരുന്ന അറിയത്തില്ല. പിന്നെ നമുക്ക് സൈഡാക്കാൻ നോക്കത്തില്ല. പിന്നെ ഇവിടുത്തെ കാറുകാരാണ്, അവർ പിന്നെ കയറി അങ്ങ് പോവും. ഇവിടുത്തെ കാറുകാർ, നമ്മൾ അതും വളരെ ശ്രദ്ധിക്കണം. പിന്നെ സൈഡ് കൊടുക്കുമ്പോൾ ബാക്കിലെ ടയറൊന്നും പോയി ഡിവൈഡർ ഇടിക്കാനും പാടില്ല. കല്ലിലൊക്കെ പോയി ഇടിച്ച് കഴിഞ്ഞാൽ അന്നേരം പൊട്ടി ടയറിൻ്റെ ഉപ്പാട് വരും. എല്ലാ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റോഡ് ഇവിടെ വലിയ റോഡാക്കാൻ പോവുക. ഈ റോഡിൽ മാക്സിമം 60ആണ് സ്പീഡ്, ചിലയിടത്ത് 50. അപ്പോൾ സ്പീഡും നമുക്ക് ഇവിടെ നോക്കി ശ്രദ്ധിച്ച് ഓടിക്കണം. വണ്ടിക്ക് സൈഡ് കൊടുക്കണം. പിന്നെ റോഡ് പണിക്കാരൊക്കെ ഉണ്ട്, അവരെ നോക്കണം. അപ്പം ആയിക്കോട്ടെ കൂട്ടുകാരെ, ഞാൻ ജസ്റ്റ് ഇതിലെ കൂടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടിയും അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കൂട്ടാനും ഒക്കെ ഇങ്ങനത്തെ റോഡുകൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. ഇങ്ങനത്തെ റോഡിൽ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക, സ്പീഡ് കുറയ്ക്കുക. പിന്നെന്തുവാ, ഓവർടേക്ക് ഒരു കാരണവശാലും
ചെയ്യരുത്. കാര്യം ട്രെയിലറൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പിന്നെ നമ്മുടെ ലൈനിൽ പിടിച്ചിടാൻ പറ്റിയില്ല എങ്കിൽ, ഒരുപക്ഷെ ശരിയായ കാൽക്കുലേഷൻ കിട്ടിയില്ല, ഓവർടേക്ക് ചെയ്തിട്ട് പിടിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ വളരെ അപകടമാണ്. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണേ.